ഇന്ന് സ്കന്ദഷഷ്ഠിയുടെ 2ാം നാളാണ്. രാവിലെ തന്നെ ഭഗവാന് നൈവേദ്യം അർപ്പിച്ചു. അതോടൊപ്പം തന്നെ എന്നാലാവുന്ന മന്ത്രങ്ങൾ ചൊല്ലി 10-15 മിനിറ്റ് നാമം ചൊല്ലാനായിട്ട് സാധിച്ചു. ഇനി ജോലി കഴിഞ്ഞ് വൈകുന്നേരം ചെന്നതിന് ശേഷമാണ് നാമം ചൊല്ലാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനുള്ളത്. ഈ ത്രൂ ഔട്ട് ദ ഡേ പരമാവധി ഈ വ്രത കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സമയത്ത് നമ്മളുടെ ഭക്ഷണത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്തിരിക്കുന്ന വ്രതം എന്ന് പറയുന്നത് പഴങ്ങളും പാലുമാണ്. അതോടൊപ്പം ഒരു നേരം അരി ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയും കുടുംബവും കുട്ടികളും എല്ലാം കൂടി ആവുമ്പോൾ എൻ്റെ ഹെൽത്ത് ഞാൻ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനെ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുക. ഭഗവാന്റെ ചിന്ത നമ്മളിലുണ്ടായിരിക്കുക. നമ്മൾ വ്രതം എടുക്കുന്നു, നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തെക്കുറിച്ച് അറിയാതെ വെജ് ഫുഡ് മാത്രം കഴിക്കുന്നത് കൊണ്ട് മാത്രം വ്രതമാവില്ല. നമ്മൾ ഭഗവാനിലേക്ക് എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഓർത്തുകൊണ്ടും ഭഗവാനിൽ അറിഞ്ഞുകൊണ്ടും നടക്കുന്നതാണ് ഈ സ്കന്ദഷഷ്ഠി സമയത്തിൽ ഏറ്റവും ഉപകാരം. സ്കന്ദഷഷ്ഠി സമയത്ത് നമ്മൾ സുബ്രഹ്മണ്യ ഭുജംഗം പഠിക്കുന്നതും വേൽമാറൽ കേൾക്കുന്നതും അതുപോലെ തന്നെ സ്കന്ദഷഷ്ഠി കവചം കേൾക്കുന്നതും പഠിക്കുന്നതുമെല്ലാം വളരെ ഉത്തമം തന്നെയാണ്.